എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. ഇന്നാളൊരു ഒരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും. എന്ത് പറ്റിയടാ? പുഴയെ കൂടി പാലൊഴുകുന്നത്. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ അതിന്റെ സൗന്ദര്യം ഉള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകു തന്നെ. എനിക്കറിയാം. നിനക്ക് ഞാനെന്നടച്ചേ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവര് കണ്ടിട്ടില്ല. ഇവരാരും കണ്ടിട്ടില്ല. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം. അതിന് സ്വർഗത്തിൽ പോകണം. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ശ്രീലങ്കയിൽ ഞാൻ ഒരു ദിവസം പോയപ്പോൾ, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ശ്രീലങ്ക, ഞാൻ കുടുംബമൊക്കെ ആയിട്ട് പോകാറുണ്ട്. അവിടെ ചെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ നേഴ്സ് ഉണ്ട്, എൻ്റെ സുഹൃത്ത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? അപ്പോൾ അവളോട് ഈ വിശദവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം. ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായെന്ന് അന്വേഷിച്ചപ്പോൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി. സ്വാഭാവികം. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഇതിനൊന്നും പറ്റരുതല്ല. ശരീരം ചിന്നിച്ചെറിയ ഒരു കുഴപ്പമില്ല. അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പന്നി.